ഹലോ, ക്രിസ്മസ് ഒക്കെയല്ലേ വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കാണ്ട് നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നമുക്കിത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ബെൻഡോ കേക്കാക്കിയിട്ടും കൊടുക്കാട്ടാ. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അത് കാണാട്ടാ. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ലഞ്ച് ബോക്സിൻ്റെ ആ ഒരു ഇതാണ് ബെൻഡോ കേക്കിൻ്റെ മോൾഡ്. അത് നമുക്ക് കേക്ക് ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒരു 20 രൂപയുള്ളൂ. ഇനി നമുക്ക് സ്പോഞ്ച് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മിൽക്ക് സിറപ്പ് വെയിറ്റ് ചെയ്യണം. ഞാനിപ്പം 1/4 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അത് നമ്മൾ സ്പോഞ്ചിൽ നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ടൊന്നും ചെയ്യാത്തത്. നിങ്ങൾ വലിയ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു ബൗളിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ മിൽക്ക് സിറപ്പ് നന്നായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഞാനിപ്പം 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ളതാണിത്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ചൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് തന്നെയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഉള്ളിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി അടുത്ത ലെയർ വെക്കാം. 3 ലെയറിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ലെയർ വെക്കാം. എന്നിട്ട് അതുപോലെ വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം ഫില്ല് ചെയ്യാം. അങ്ങനെ എല്ലാ ലെയറും 3 ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിത് 2 ലെയറിലും 3 ലെയറിലും ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ചോയ്സിനനുസരിച്ചിട്ട് സെയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ 100 റുപ്പീസ് തന്നെയാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ 3 ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഫുള്ളൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കേക്കിൻ്റെ ക്രംസ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. പിന്നെ ഇതാ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ബോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടുക്കി വെച്ചിട്ട് കുറച്ച് ലവിൻ്റെ സ്പ്രിങ്കിൾസും കൂടി ചുറ്റും ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ വീട്ടിൽ കഴിക്കേണ്ടതായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.